വെൽക്കം ടു ലേണിനോ. ശരാശരിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു 11 അംഗ ക്രിക്കറ്റ് ടീമിന്റെ ശരാശരി വയസ്സ് 28 എങ്കിൽ ഈ 11 പേരുടെയും വയസ്സിന്റെ തുക എത്ര? തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണാണ്. 28 ഇൻറ്റു 11 സമം 308. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 9 സംഖ്യകളുടെ ശരാശരി 30 ആണ്. ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 25-ഉം അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 35-ഉം ആണ്. ആറാമത്തെ നമ്പർ എത്രയാണ്? അപ്പൊ ഇവിടെ ആദ്യം 9 സംഖ്യകളുടെ ശരാശരി 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 9 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 30 ഇൻറ്റു 9 270 ആയിരിക്കും. ഇതിലെ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 25-ആണ്. അപ്പൊ ആദ്യത്തെ 5 സംഖ്യകളുടെ തുക 25 ഇൻറ്റു 5 125. അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 35 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അവസാനത്തെ 3 സംഖ്യകളുടെ തുക 35 ഇൻറ്റു 3 സമം 105. ഇനി അതിൽ ഒരു നമ്പറേ ഉള്ളൂ, ആറാമത്തെ നമ്പർ. അപ്പൊ ആറാമത്തെ നമ്പർ എന്ന് പറയുന്നത് ആകെ തുകയിൽ നിന്നും ആദ്യത്തെ 5 സംഖ്യകളുടെ തുകയും അവസാനത്തെ 3 സംഖ്യകളുടെ തുകയും കുറയ്ക്കുന്നതാണ്. അപ്പൊ 270 മൈനസ് 125 പ്ലസ് 105 ഇത് കുറച്ചാൽ 40 എന്ന് കിട്ടും. ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് 10. ടീച്ചറുടെ വയസ്സും കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി 1 കൂടും. ടീച്ചറുടെ വയസ്സ് എത്ര? 30 കുട്ടികളുടെ ശരാശരി 10. അപ്പൊ 30 കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 30 ഇൻറ്റു 10 300. ടീച്ചർ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 31 പേരായി. അവരുടെ ശരാശരി എന്ന് പറയുന്ന 1 കൂടി എന്ന് പറയുന്നു. അപ്പൊ 10 പ്ലസ് 1 11. അങ്ങനെ 31 പേരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 31 ഇൻറ്റു 11 സമം 341. അപ്പൊ ടീച്ചറുടെ പ്രായം എന്ന് പറയുന്നത് 31 പേരുടെ ആകെ വയസ്സിൽ നിന്നും 30 കുട്ടികളുടെ ആകെ വയസ്സ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 41 എന്ന് കിട്ടും. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഇവിടെ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 എന്ന സൂത്രവാക്യം ഇവിടെ ഉപയോഗിക്കാം. ആദ്യത്തെ എണ്ണൽ സംഖ്യ 1, അവസാനത്തെ എണ്ണൽ സംഖ്യ 50. അപ്പൊ 1 പ്ലസ് 50 ബൈ 2 സമം 51 ബൈ 2 25.5. ഈ തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ n പ്ലസ് 1 ബൈ 2 എന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി പറയുമ്പോൾ 51 ബൈ 2 25.5. അപ്പൊ ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇവിടെ നമുക്ക് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2. ആദ്യത്തെ ഇരട്ട സംഖ്യ 2. 30 ഇരട്ട സംഖ്യകളാവുമ്പോൾ 30ാമത്തെ 60 ആണ് വരിക. അപ്പൊ 2 പ്ലസ് 60 ബൈ 2 62 ബൈ 2 സമം 31. ഇവിടെയും നമുക്ക് n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ n പ്ലസ് 1 കണ്ടാൽ മതി. അപ്പൊ ഇവിടെ 31 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഇവിടെ നമുക്ക് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. ആദ്യത്തെ ഒറ്റ സംഖ്യ 1, അവസാനത്തെ ഒറ്റ സംഖ്യ 59. അപ്പൊ 1 പ്ലസ് 59 ബൈ 2 60 ബൈ 2 സമം 30. ഒറ്റ സംഖ്യയുള്ള ശരാശരി എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ എണ്ണം തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 30 ആണ് കിട്ടുന്നത്.
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 50നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഇവിടെയും നമ്മൾ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കുന്നത്. പക്ഷെ 50 കഴിഞ്ഞാൽ അവിടെ ആദ്യം 51 ഒറ്റ സംഖ്യ വരിക, അവസാനത്തെ ഒറ്റ സംഖ്യ 99 ആണ്. അപ്പൊ 51 പ്ലസ് 99 ബൈ 2, അതായത് 150 ബൈ 2 സമം 75. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ 8 ഒറ്റ സംഖ്യകളുടെ ശരാശരി 52 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരിയുടെ കൂടെ സംഖ്യ -1, 8 ഒറ്റ സംഖ്യകളാണ്. അപ്പൊ 8ന്ന് 1 കുറച്ചു 7 കൂട്ടുക, 52 പ്ലസ് 7 സമം 59. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി മൈനസ് സംഖ്യ -1, അതായത് 52 മൈനസ് 8ന്ന് 1 കുറച്ച 7, 7 കുറച്ച് 45 എന്ന് കിട്ടും. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 59 മൈനസ് 45 സമം 14. ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി 121 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര? നമ്മുടെ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരിയുടെ കൂടെ സംഖ്യ -1, 121 പ്ലസ് 10 മൈനസ് 1, 121 പ്ലസ് 9, 130. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി മൈനസ് സംഖ്യ -1, 121 മൈനസ് 10 മൈനസ് 1, 121 മൈനസ് 9 സമം 112. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക 130 പ്ലസ് 112 സമം 242. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 30 സംഖ്യകളുടെ ശരാശരി 15. എല്ലാ സംഖ്യകളും 3 വീതം വർദ്ധിച്ചാൽ പുതിയ ശരാശരി എത്ര? എല്ലാ സംഖ്യകളും 3 വീതമാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് പുതിയ ശരാശരി കാണാൻ തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ കൂടിയ തുക കൂട്ടിയാൽ മതി. അതായത് 15 പ്ലസ് 3 സമം 18. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.